ജെന്റിൽമാൻ കഴിഞ്ഞിട്ട് ശങ്കർ ശരിക്കും ഒരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. അത് പെരിയ മനുഷ്യൻ എന്നായിരുന്നു ആ ഒരു സിനിമയ്ക്ക് ഇട്ട പേര്. അതന്ന് രജനീകാന്തിനെ വെച്ചാണ് അന്ന് ശങ്കർ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ രജനീകാന്തിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നു, പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് അത് സംഭവിച്ചില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കാതലൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ സംഭവിച്ചു. ഇങ്ങനെ പെരിയ മനുഷ്യൻ കൊണ്ട് ഇങ്ങനെ ആ ഒരു സബ്ജക്റ്റൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കണം. അപ്പോൾ രജനീകാന്തിൻ്റെ ഡേറ്റ് ഇട്ടാതെ പിന്നെ അന്ന് ഡോക്ടർ രാജശേഖർ എന്ന് പറയുന്ന തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്കിലൊരു വലിയൊരു സ്റ്റാറാണ്. 90s ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അധികം സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജശേഖറിനെ വെച്ചിട്ട് ചെയ്യുന്നു. അതായത് അതിലൊരു അച്ഛൻ മകൻ ക്യാരക്ടർ. അപ്പോൾ രാജശേഖർ അച്ഛൻ മകനായിട്ട് നാഗാർജുനയോ അങ്ങനെയുള്ള ഏതെങ്കിലും അന്നത്തെ ഒരു യുവ നിരയിൽ നിൽക്കുന്ന ഒരു നടനെ ആലോചിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ അതുമൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ആ സ്ക്രിപ്റ്റ് കൊണ്ട് ശങ്കർ നമ്മുടെ കമലഹാസൻ്റെ അടുത്ത് എത്തുന്നു. അങ്ങനെ കമലഹാസൻ്റെ അടുത്ത് എത്തി ആ ഒരു പ്രൊജക്റ്റ് ഓടാവുന്നു. അച്ഛൻ വേഷം മകൻ വേഷം കമലഹാസൻ ചെയ്യാമെന്ന് നിൽക്കുന്നു. ആ ഒരു സിനിമയാണ് നമ്മൾ ഇന്നും ഓർക്കുന്ന ഇന്ത്യൻ. കമലഹാസൻ്റെ അടുത്ത് ആദ്യം പോകുമ്പോൾ കമലഹാസന് അന്നൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. കമലം ഇതുപോലത്തെ ഒരു വേഷമൊക്കെ മുമ്പും കമലഹാസൻ ചെയ്തിട്ടുണ്ട്. ഈ അച്ഛൻ മകൻ ഒരു കോൺഫ്ലിക്റ്റ്, എന്താ പറയുക, ചെറിയൊരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ. നമുക്കറിയാം, ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം. അവസാനം ആ ഒരു ക്യാരക്ടർ മകനെ കൊല്ലുന്ന ഒരു ക്യാരക്ടറൊക്കെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ. അതായത് അദ്ദേഹം അനീതിക്കെതിരെ പോരാടുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ കമൽഹാസൻ്റെ ക്യാരക്ടർ. പക്ഷേ അവസാനം എന്താ പറയുക, ഒരുവിധം കമൽഹാസനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു, ആ ഒരു സിനിമ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അന്ന് ശങ്കർ അന്ന് എല്ലാം ബ്രഹ്മാണ്ഡ സിനിമകൾ അന്നും ചെയ്യുന്നതാണ്. അന്ന് ഇപ്പോൾ എന്താ പറയുക, അതുവരെയുള്ള തമിഴ് സിനിമകളുടെ എല്ലാ ബഡ്ജറ്റിൽ റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ബഡ്ജറ്റിൽ വലിയ ക്യാൻവാസിൽ സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശങ്കർ.